നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സിറ്റി ടവർ, സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ്, അങ്കമാലി. പവർഡ് ബൈ ലിയോടെക് സോളാർ സൊല്യൂഷൻസ്, മയിൽ ഫുഡ് സ്റ്റഫ്സ്, മൂക്കന്നൂർ ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. മലപ്പുറം തിരൂരങ്ങാടിയിൽ അമ്മയെ വീട്ടിൽ നിന്നും പുറത്താക്കിയ മകനും കുടുംബത്തിനുമെതിരെ നടപടി. റവന്യൂ അധികൃതർ മകനെ വീട്ടിൽ നിന്നും പുറത്താക്കി, അമ്മയ്ക്ക് വീട് നൽകി. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്നാണ് നടപടി. തിരൂരങ്ങാടി സ്വദേശി 78-കാരിയായ തണ്ടാശ്ശേരി വീട്ടിൽ രാധയെയാണ് മകൻ സുരേഷ് കുമാർ വീട്ടിൽ നിന്നും ഇറക്കിവിട്ടത്. തുടർന്ന് രാധ RDOയെ സമീപിക്കുകയായിരുന്നു. 2021 RDO അമ്മയ്ക്ക് അനുകൂലമായി അമ്പലപ്പടിയിലെ വീട്ടിൽ താമസിക്കുവാൻ ഉത്തരവിറക്കി. ഇതിനെ ചോദ്യം ചെയ്ത് മകൻ ജില്ലാ കളക്ടറെ സമീപിച്ചു. 2023 ജില്ലാ കളക്ടറും അമ്മയ്ക്ക് അനുകൂലമായി ഉത്തരവിറക്കി. തുടർന്ന് മകൻ ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. എന്നാൽ 2025 ഹൈക്കോടതിയും അമ്മയ്ക്ക് അനുകൂലമായി വിധി പുറപ്പെടുവിക്കുകയായിരുന്നു. സംസ്ഥാനത്തെ എല്ലാ അണക്കെട്ടുകൾക്കും സുരക്ഷ കൂട്ടി കേന്ദ്രം. കൂടുതൽ പോലീസ് വിന്യാസം ഏർപ്പെടുത്തി. വൈദ്യുത ഉത്പാദന, ജലസേചന ഡാമുകൾ ഉൾപ്പെടെയുള്ളവയ്ക്കാണ് സുരക്ഷ ശക്തമാക്കിയിരിക്കുന്നത്. വൈദ്യുത ഉത്പാദന കേന്ദ്രങ്ങൾക്കും സുരക്ഷ കൂട്ടി. കേന്ദ്രത്തിന്റെ അടുത്ത അറിയിപ്പ് ലഭിക്കും വരെ അധിക സുരക്ഷ ഉണ്ടായിരിക്കും. ഇന്ത്യ-പാകിസ്ഥാൻ സംഘർഷ സാഹചര്യം നിലനിൽക്കുന്നതിനിടെയാണ് അടിയന്തര സാഹചര്യം നേരിടുവാനുള്ള തയ്യാറെടുപ്പുകൾ കേന്ദ്രം കൈക്കൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരം കാട്ടാക്കടയിൽ ക്ഷേത്രമതിലിൽ മൂത്രമൊഴിച്ചത് ചോദ്യം ചെയ്ത 10ാം ക്ലാസ് വിദ്യാർത്ഥി ആദിശേഖറിനെ കാറിടിപ്പിച്ചു കൊലപ്പെടുത്തിയ കേസിൽ പ്രതി പ്രിയരഞ്ജൻ കുറ്റക്കാരനെന്ന് കോടതി. തിരുവനന്തപുരം 6ാം അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറഞ്ഞത്. പ്രിയരഞ്ജൻ ജീവപര്യന്തം കഠിന തടവ് ശിക്ഷയും 10 ലക്ഷം രൂപ പിഴയും ഒടുക്കണം. കുട്ടിയുടെ മാതാപിതാക്കൾക്ക് പിഴത്തുക നൽകുവാനും കോടതി നിർദ്ദേശിച്ചു. 2023 ഓഗസ്റ്റ് 30 വീടിന് സമീപമുള്ള ക്ഷേത്രത്തിലെ ഗ്രൌണ്ടിൽ കളിച്ച ശേഷം മടങ്ങുകയായിരുന്ന ആദിശേഖറിനെ പ്രിയരഞ്ജൻ കാറിടിപ്പിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. മയിലിന്റെ അപ്പം പൊടിയുണ്ടെങ്കിൽ ഇനി ആർക്കും ഉണ്ടാക്കാം. കൊതിപ്പിക്കുന്ന നല്ല ഒന്നാം തരം അപ്പവും പത്തിരിയും. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. സ്ത്രീത്വത്തെ അപമാനിച്ച കേസിൽ വ്ലോഗർ ആറാട്ടണ്ണൻ എന്ന സന്തോഷ് വർക്കിക്ക് ജാമ്യം. ചലച്ചിത്ര അഭിനേത്രിമാരെ അപമാനിക്കുന്ന പ്രസ്താവനയിൽ രജിസ്റ്റർ ചെയ്ത കേസിലാണ് ജാമ്യം. ഹൈക്കോടതിയുടെ അവധിക്കാല സിംഗിൾ ബെഞ്ചാണ് സന്തോഷ് വർക്കിക്ക് ജാമ്യം അനുവദിച്ചത്. സന്തോഷ് വർക്കിക്കെതിരെ പ്രഥമ ദൃഷ്ട്യാ കുറ്റം നിലനിൽക്കുമെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചു. ഇയാളെ കസ്റ്റഡിയിലെടുത്തുള്ള ചോദ്യം ചെയ്യൽ അനിവാര്യമല്ലെന്നും കോടതി പറഞ്ഞു. സമാന കുറ്റകൃത്യം ആവർത്തിക്കരുതെന്ന് സന്തോഷ് വർക്കിക്ക് കോടതി കർശന മുന്നറിയിപ്പ് നൽകി. ബില്ലുകളിൽ തീരുമാനമെടുക്കുവാൻ വൈകുന്നതിൽ ഗവർണർക്കെതിരെ നൽകിയ ഹർജി പിൻവലിക്കുവാനൊരുങ്ങി കേരളം. ഹർജികൾ ഫലപ്രദമല്ലെന്ന് വിലയിരുത്തിയാണ് തീരുമാനം. ഹർജി പിൻവലിക്കുന്നതിനെ കേന്ദ്രം എതിർത്തു. വിഷയം കോടതി വരുന്ന ചൊവ്വാഴ്ച പരിഗണിക്കുവാനായി മാറ്റി. ബില്ലുകളിൽ തീരുമാനമെടുക്കുവാൻ ഗവർണർമാർക്ക് സമയപരിധി നിശ്ചയിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് കേരളം സുപ്രീം കോടതിയിൽ ഹർജി സമർപ്പിച്ചിരിക്കുന്നത്. നിലവിൽ ഗവർണർക്ക് മുൻപിൽ ബില്ലുകളില്ലെന്നും ഹർജി അപ്രസക്തമാണെന്നും വിലയിരുത്തിയാണ് ഹർജി പിൻവലിക്കുവാൻ സർക്കാരിന്റെ നീക്കം. പാലക്കാട് വീണ്ടും വൻ ലഹരിമരുന്ന് വേട്ട. തൃശൂർ പൂരത്തിന് വിൽപ്പന നടത്തുവാൻ ലക്ഷ്യമിട്ട് കൊണ്ടുവന്ന 1 കിലോയിലധികം വരുന്ന MDMA എക്സൈസ് സംഘം വാളയാറിൽ നിന്നും പിടികൂടി. പാലക്കാട് KSRTC ബസ് സ്റ്റാൻഡിന് സമീപത്ത് വച്ച് 900 ഗ്രാം MDMAയുമായി ഇരിഞ്ഞാലക്കുട സ്വദേശി ദീക്ഷിതാണ് പിടിയിലായത്. പരിശോധനകൾ ഒരു ഭാഗത്ത് ശക്തമാകുമ്പോഴും സംസ്ഥാനത്തേക്ക് ലഹരിമരുന്ന് ഒഴുകുകയാണ്. ബാംഗ്ലൂരിൽ നിന്നും ടൂറിസ്റ്റ് ബസ്സിൽ കോയമ്പത്തൂരിൽ വന്നിറങ്ങി KSRTC ബസ്സിൽ തൃശൂരിലേക്ക് പോകവെയാണ് ദീക്ഷിത്തിനെ എക്സൈസ് സംഘം പരിശോധിക്കുന്നത്. ഇന്ത്യയുമായി ഒരു യുദ്ധമുണ്ടായാൽ പാകിസ്ഥാനോടൊപ്പം നിൽക്കുമോ എന്ന് ഇസ്ലാമാബാദിലെ ലാൽ മസ്ജിദിലെ വിവാദ പുരോഹിതനായ മൌലാന അബ്ദുൽ അസീസ് ഗാസി തന്റെ സദസ്സിനോട് ചോദിച്ചപ്പോൾ അപ്രതീക്ഷിതമായ നിശബ്ദത നേരിട്ട ഒരു വ്യക്തവും പ്രതീകാത്മകവുമായ നിമിഷമാണ് വൈറലായത്. ഒരു കൈ പോലും ഉയർത്തിയില്ല. ഏപ്രിൽ 22 ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിൽ 26 പേർ കൊല്ലപ്പെടുകയും ഇന്ത്യ-പാകിസ്ഥാൻ സംഘർഷങ്ങൾ പുതിയ ഉയരത്തിലെത്തുകയും ചെയ്തതിന് ഏകദേശം 2 ആഴ്ച കഴിഞ്ഞാണ് ഈ സംഭവം നടന്നത്. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.